ഇവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയിലുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എയർപോർട്ടുകളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എയർപോർട്ട് എന്ന് പറഞ്ഞു. എയർപോർട്ടുകളുടെ വീഡിയോ ഞാൻ പലതവണ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ ദീപം ലോ അക്കാഡമിക്ക് വേണ്ടി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ വീണ്ടും ചെയ്യുകയാണ്. അത് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു ആരെയാണ്? JRD ടാറ്റ. ആരാണ്? JRD ടാറ്റയാണ് ഇന്ത്യൻ വ്യോമയാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ എയർവേസ്. ആൻസർ JRD ടാറ്റ. ഫാദർ ഓഫ് ഇന്ത്യൻ എയർവേസ്. ആൻസർ JRD ടാറ്റ. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് ആരാണ്? ഫസ്റ്റ് പൈലറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് ആണ് ആര്? JRD ടാറ്റ. ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് JRD ടാറ്റയാണ്. ഫസ്റ്റ് പൈലറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ JRD ടാറ്റ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് ആരാണ്? ഊർമിള K പരീക്ക്. ഫസ്റ്റ് വുമൻ പൈലറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ എന്താണ്? ഫസ്റ്റ് വുമൻ പൈലറ്റ് ഓഫ് ഇന്ത്യ എന്താണ്? ആരാണ്? ഊർമിള K പരീക്ക്. ഫസ്റ്റ് വുമൻ പൈലറ്റ് ഓഫ് ഇന്ത്യ. ആൻസർ ഊർമിള K പരീക്ക്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ നമ്മൾ വിമാനത്താവളങ്ങൾ എന്ന് പറഞ്ഞു. നമുക്ക് കുറച്ച് വിമാനത്താവളങ്ങൾ അവ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ആൻസർ ന്യൂഡൽഹി. എയർപോർട്ട് ഏവിയേഷൻ കമ്പനി എവിടെയാണ്? മുംബൈയിലാണ്. എയർപോർട്ട് ഏവിയേഷൻ കമ്പനി. ആൻസർ മുംബൈ. അതുപോലെ തന്നെ നമ്മൾ ഇനി വിമാനത്താവളങ്ങൾ അവ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുകയാണ്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ദിരാഗാന്ധി വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ന്യൂഡൽഹി. എവിടെയാണ് ഇന്ദിരാഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി. അതുപോലെ തന്നെ ഛത്രപതി ശിവജി ടെർമിനൽസ് എവിടെയാണ്? മുംബൈ. ഛത്രപതി ശിവജി ടെർമിനൽസ് മുംബൈ. അതുപോലെ തന്നെ സെക്കൻഡ് ബിസിയസ്റ്റ് എയർപോർട്ട് ഓഫ് ഇന്ത്യ. സെക്കൻഡ് ബിസിയസ്റ്റ് എയർപോർട്ട് ഓഫ് ഇന്ത്യ. ആൻസർ ഛത്രപതി ശിവജി ടെർമിനൽസ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെ വിമാനത്താവളം. ആൻസർ എന്താണ്? ഛത്രപതി ശിവജി ടെർമിനൽസ് ആണ്. അതെവിടെയാണ്? മുംബൈയിലാണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം ഏതാണ്? ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഫസ്റ്റ് അല്ലെങ്കിൽ ബിസിയസ്റ്റ് എയർപോർട്ട് ഓഫ് ഇന്ത്യ. ആൻസർ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. അതുപോലെ ലോങ്ങസ്റ്റ് എയർപോർട്ട് ഓഫ് ഇന്ത്യ. ലോങ്ങസ്റ്റ് എയർപോർട്ട് ഓഫ് ഇന്ത്യ. ആൻസർ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ആൻസർ ന്യൂഡൽഹി. അതുപോലെ തന്നെ നമുക്ക് വിമാനത്താവളം ഒന്ന് പരിചയപ്പെടാം. കേംപഗൌഡ വിമാനത്താവളം എവിടെയാണ്? ബംഗളൂരു. കേംപഗൌഡ വിമാനത്താവളം എവിടെയാണ്? ബംഗളൂരു ആണ്. അണ്ണാ വിമാനത്താവളം എവിടെയാണ്? അണ്ണാ വിമാനത്താവളം ചെന്നൈ. എവിടെയാണ്? ചെന്നൈയിലാണ്. കേംപഗൌഡ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ബംഗളൂരു. അണ്ണാ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ചെന്നൈ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ബാജ്പേയി വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ബാജ്പേയി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മംഗലാപുരത്താണ്. ബാജ്പേയി എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് മാംഗ്ലൂർ. ബാജ്പേയി എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് മാംഗ്ലൂർ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ രാജീവ് ഗാന്ധി വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജീവ് ഗാന്ധി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അതായത് ഹൈദരാബാദ് ബിഗ്ഗസ്റ്റ് എയർപോർട്ട് ഓഫ് ഇന്ത്യ. ആൻസർ രാജീവ് ഗാന്ധി എയർപോർട്ട്. ആൻസർ ഹൈദരാബാദ്. രാജീവ് ഗാന്ധി വിമാനത്താവളം രാജീവ് ഗാന്ധി എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ഹൈദരാബാദ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്
വിവേകാനന്ദ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? വിവേകാനന്ദ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റായ്പൂര്. വിവേകാനന്ദ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് റായ്പൂർ. റായ്പൂര്. വിവേകാനന്ദ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് റായ്പൂര്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനാണ്, സത്യസായി വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? പൂട്ടപർത്തി, ആന്ധ്രാപ്രദേശ്. സത്യസായി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് പൂട്ടപർത്തി, ആന്ധ്രാപ്രദേശിലാണ്. സത്യസായി എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് പൂട്ടപർത്തി, ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ അംബേദ്കർ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? അംബേദ്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അംബേദ്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ. എവിടെയാണ്? നാഗ്പൂരിലാണ്, മഹാരാഷ്ട്രയാണ്. അംബേദ്കർ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് നാഗ്പൂർ, മഹാരാഷ്ട്ര. അംബേദ്കർ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് നാഗ്പൂർ, മഹാരാഷ്ട്ര. പട്ടേൽ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് എവിടെയാണ്? അഹമ്മദാബാദ്, ഗുജറാത്ത്. ഗുജറാത്തിലാണ് സർദാർ പട്ടേൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. സർദാർ പട്ടേൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഹമ്മദാബാദിലാണ്, ഗുജറാത്തിലാണ്. അതുപോലെ തന്നെ പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട നേതാജി സുഭാഷ് ചന്ദ്രബോസ് വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? കൊൽക്കത്ത. നേതാജി സുഭാഷ് ചന്ദ്രബോസ് എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് കൊൽക്കത്ത. അതുപോലെ പറയും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, സീറോ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് അരുണാചൽ പ്രദേശ്. സീറോ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് അരുണാചൽ പ്രദേശ്. സീറോ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. സീറോ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ അരുണാചൽ പ്രദേശ്. ഗോപിനാഥ് ബർദോളി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുവാഹട്ടി, ആസാം. ഗോപിനാഥ് ബർദോളി എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ഗുവാഹട്ടി, ആസാം. ഇവിടെയാണ്, ഗുവാഹത്തി, ആസാമിലാണ്. അതുപോലെ പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, അഹല്യാദേവി വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? അഹല്യാദേവി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോറിലാണ്, മധ്യപ്രദേശിലുള്ള ഇൻഡോറിലാണ് അഹല്യാദേവി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. അഹല്യാദേവി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോർ. എവിടെയാണ്? മധ്യപ്രദേശിലാണ്, മധ്യപ്രദേശ്. ഇൻഡോർ ലൊക്കേറ്റഡ്, ഇൻഡോർ എവിടെയാണ്? ഇൻഡോർ സിറ്റുവേറ്റഡ് ഇൻ മധ്യപ്രദേശിലാണ് കേട്ടോ. ഈ മധ്യപ്രദേശിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ഇൻഡോർ കേട്ടോ. biggest city of largest city of Madhya Pradesh, answer Indore. First cleanest city of India, answer Indore. First cleanest city of India, answer Indore. ഇന്ത്യയിലെ ആദ്യത്തെ ശുചിത്വ നഗരം, ആൻസർ എന്താണ്? ഇൻഡോർ ആണ്. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ്. അഹല്യാദേവി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇൻഡോർ. അതെവിടെയാണ്? മധ്യപ്രദേശിലാണ്. അതുപോലെ തന്നെ മഹാർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അയോധ്യയിലാണ്. എവിടെയാണ്? അയോധ്യയിലാണ്. അതുപോലെ തന്നെ അയോധ്യ കേട്ടോ. മഹാർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ഉത്തർപ്രദേശ്, അയോധ്യ, ഉത്തർപ്രദേശ്. അതുപോലെ പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. The state Uttar Pradesh has most number of international airports. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ആൻസർ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? ഉത്തർപ്രദേശിൽ 5 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. അപ്പം കേട്ടോ, സ്റ്റേറ്റ് ഉത്തർപ്രദേശ് ഹാസ് 5 international airports. സ്റ്റേറ്റ് ഉത്തർപ്രദേശ് ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് എയർപോർട്ട്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. സ്റ്റേറ്റ് മഹാരാഷ്ട്ര ഹാസ് മോസ്റ്റ് നമ്പർ ഓഫ് എയർപോർട്ട്സ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. മഹാരാഷ്ട്ര. The state Maharashtra has 10 airports. അതുപോലെ ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്നൗ, UP കേട്ടോ. ലക്നൗ. ചൗധരി ചരൺ സിംഗ് എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ലക്നൗ, ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അഗതി വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? അഗതി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അഗതി വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. അഗതി എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് ലക്ഷദ്വീപ്. വീർ സവർക്കർ വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? പോർട്ട് ബ്ലെയർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. വീർ സവർക്കർ എയർപോർട്ട് ലൊക്കേറ്റഡ് അറ്റ് പോർട്ട് ബ്ലെയർ.
മിർസ മുണ്ട വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? മിർസ മുണ്ട വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റാഞ്ചിയിലാണ്. മിർസ മുണ്ട എയർപോർട്ട് ലൊക്കേറ്റഡ് റാഞ്ചി. അപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലുള്ള കുറച്ച് ക്വസ്റ്റ്യനേ ആയിട്ടുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യനുകളുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇനി അങ്ങോട്ട് പറഞ്ഞാൽ വീഡിയോ ഒരുപാട് വലുതാവും. വീഡിയോ ഒരുപാട് വലുതായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണുവാനും ഇത് അപ്ലോഡ് ചെയ്യാനൊക്കെ പ്രയാസം ഉണ്ടാകും. 2-3 ദിവസമൊക്കെ എടുത്തൊന്നും അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് വേണ്ട. ദിവസം ഒരു വീഡിയോ വെച്ച് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക കേട്ടോ. നമ്മളിലൂടെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്താണ് നമ്മളിലുള്ള ചെറിയ അറിവുകൾ മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിക്കുക. യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിക്കുക. അയാൾക്ക് അത് ഒരു പ്രയോജനപ്രദമെങ്കിൽ, പ്രയോജനപ്പെടുന്നെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമാണ്. വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ എങ്ങനെ കരുതുന്നു എന്നെനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് കരുതുന്നത് കേട്ടോ. ഞാൻ ഇന്നിവിടെ വന്നത് പുതിയ മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. LLB എൻട്രൻസ് സ്റ്റുഡൻസ് എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാവുന്നതാണ്, കേട്ടു പഠിക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഏത് പരീക്ഷകൾക്കും യൂസ്ഫുള്ളാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വളരെ സിംപിളസ്റ്റായ ലാംഗ്വേജ്. സിമ്പിളല്ല, സിമ്പിളിനും താഴെ സിംപിളസ്റ്റായ ലാംഗ്വേജാണ്. ഏത് വ്യക്തിക്കും മനസ്സിലാവുന്ന ലാംഗ്വേജാണ്. കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജോ അല്ലെങ്കിൽ ബുക്കിഷ് ലാംഗ്വേജോ ഒന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളായ ലാംഗ്വേജാണ്. ആർക്കും മനസ്സിലാവുന്നതാണ്, ആർക്കും കേട്ട് പഠിക്കാവുന്നതാണ്. ദീപം ലോ അക്കാഡമിയെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ സ്റ്റുഡൻസൊക്കെ ഫോറിൻ കൺട്രീസിൽ പഠിച്ച സ്റ്റുഡൻസാണ്. അവർക്ക് മലയാളം അത്ര മലയാളത്തെക്കാളും ഇംഗ്ലീഷ് ഫ്ലുവൻ്റായ സ്റ്റുഡൻസാണ്. അവരോട് നമുക്ക് ഇംഗ്ലീഷിലൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്കത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിലൂടെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ കാണുന്നവരൊക്കെ തുടർച്ചയായിട്ട് വീഡിയോ കാണുക. തുടർച്ചയായിട്ട് കണ്ടെങ്കിലേ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവുകയുള്ളൂ, ഉപകാരപ്പെടുകയുള്ളൂ. വീഡിയോ കാണുന്നത് തുടർച്ചയായിട്ട് കാണുക കേട്ടോ. വീഡിയോ കാണുന്നതും കാണാത്തത് നിങ്ങളുടെ താല്പര്യങ്ങളാണ്, വേറെ കാര്യമെങ്കിലും ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് യൂസ്ഫുള്ളാണ്, അത് 100% ഉറപ്പാണ്.